നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെതായ രീതിയിൽ നിഷേധാത്മകമായ സമീപനവുമായി പോകുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ സമരക്കാരെ കണ്ടത്. ആളുകളുടെ മനുഷ്യന്റെ ജീവന് ഒരു വിലയുമില്ലാതായിരിക്കുന്ന സാഹചര്യം. ഇത് ഇല്ലാതാക്കേണ്ട നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ചെയ്യാവുന്നതുള്ളൂ. സർക്കാർ ചെയ്യാതിരിക്കുന്നത് സർക്കാരിന് അതിൻ്റെ പിന്നിൽ പല അജണ്ടകളുമുണ്ട്. സമരം ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ മടിയുള്ള ആളുകളൊന്നുമല്ല. സമരങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ടോ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്തത് കൊണ്ടോ ഒന്നും ഈ നാട്ടിൽ ഏകാധിപത്യ ഭരണം വരും എന്ന പ്രതീക്ഷ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. അവനവൻ്റെ കഴിവും അവനവൻ്റെ പ്രവൃത്തിയുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത്. കോൺഗ്രസ് കൊടുത്ത അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ ജനങ്ങൾ കൊടുത്ത അംഗീകാരവും വിലയും അത് കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ ഒരാൾക്കും ലഭിക്കില്ല. ഇത്തരത്തിൽ വിവിധ പാർട്ടികളിൽ നിന്ന് വരുന്നവരെ ചോക്കേണ്ട ഗതികേടാണ് യഥാർത്ഥ BJP-ക്കാർക്കുള്ളത്. ഇപ്പം നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലനാട്, ഇടനാട്, തീരപ്രദേശം ഇതൊരു മൂന്നും കൂടിയുള്ള സ്ഥലമാണ്. എന്നാൽ ഒരുപാട് കിലോമീറ്ററുകളും ഇല്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഹമ്മദ് ഷിയാസ് ഏറ്റവും ശ്രദ്ധേയനായത്, മാധ്യമങ്ങളിലൂടെ എല്ലാം ശ്രദ്ധേയനായത് എന്ന് പറഞ്ഞാൽ ഈ മലനാടിൽ നടന്ന ഒരു കാട്ടാനാക്രമവുമായി ബന്ധപ്പെട്ട് ഇന്ദിര എന്നൊരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. 3-4 കേസുകൾ വന്നു. അതിലൊക്കെ ജാമ്യം നേടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ ഇലക്ഷൻ ടൈമിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കുറച്ചും കൂടി ആളുകൾക്കിടയിൽ എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലൊരു സമരമായി മാറി. നമുക്കറിയാം, വയനാട്ടിൽ ഈ വിഷയം ഉണ്ടായി, ഇടുക്കിയിൽ വിഷയമുണ്ട്. പക്ഷെ എറണാകുളത്തേക്ക് വരുമ്പോഴേക്കും അത് കുറച്ചും കൂടി രൂക്ഷമായ വിഷയമായി മാറുകയും വലിയ സമരമായി മാറുകയും ചെയ്തു. ഈ സമര മാർഗത്തിൽ തെറ്റുപറ്റിയെന്ന് പിന്നെ തോന്നിയിട്ടുണ്ടോ? അതായത് ഈ കോടതിയുടെ ഇന്നലത്തെ ഒരു നിരീക്ഷണം കൂടി വെച്ചുകൊണ്ടാണ് ചോദിച്ചത്. സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സമരത്തിന്റെ ശൈലി തീരുമാനിക്കുന്നത് ആ സമരത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. വയനാട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ ഒരാളെ ആന ചവിട്ടിക്കൊന്നു. അയാളുടെ മകൾ 8 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രതിഷേധം ഞാനും നിങ്ങളും കണ്ടവരാണ്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. എല്ലാ ദിവസവും ആളുകൾ ആന ചവിട്ടിക്കൊല്ലുന്നു, പുലി കടിച്ചു കൊല്ലുന്നു, കാട്ടുപോത്ത്, മ്ലാവ് വാഹനത്തിൽ വന്ന് വീണു, ഒരാൾ മരണപ്പെട്ടു. ഓരോ ദിവസവും മരണം സംഭവിക്കുന്നു. സർക്കാർ ഇതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ സർക്കാരിൻ്റെതായ രീതിയിൽ നിഷേധാത്മകമായ സമീപനവുമായി പോകുമ്പോൾ സമരം നടത്തുന്നത്, അത് സമരത്തിന്റെ ഏത് മേഖലയിൽ സമരം തിരഞ്ഞെടുത്താലും അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പൊതുജനത്തിൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. ഞങ്ങൾ കോതമംഗലത്ത് സമരം നടത്തിയത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആ കുടുംബത്തിൻ്റെ കരച്ചിലാണ് കാണുന്നത്. 70 വയസ്സിനോടടുത്ത് ഇന്ദിരാമ്മയുടെ മരണം, അവരുടെ ഭർത്താവ്, മകൻ, അവരുടെ നാട്ടുകാർ, ബന്ധുക്കൾ. അതിന് 4 ദിവസക്കാലം മുമ്പേ തന്നെ അവർ ഫോറസ്റ്റ് ഓഫീസർമാരെ വിവരം അറിയിച്ചു. അവർ കാട്ടാനയുടെ ശല്യമുണ്ട്, വലിയ ശല്യമാണ്, നിരന്തരമായ ശല്യം. പകല് പോലും അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു തരത്തിലും ഈ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ സ്ഥലത്ത് വരാനോ അത് പരിശോധിക്കാനോ ആ കാട്ടാനയുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം ചെയ്യാനോ ഇവരാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീ മരണപ്പെട്ടത്. അപ്പോൾ ഇനിയൊരാൾക്കും ആ മരണം ഉണ്ടാകരുത് എന്ന കുടുംബത്തിൻ്റെ ആഗ്രഹമാണ്. അത് അവരുടെ പോലും സ്വയം സുരക്ഷയെ കരുതിയാണ്. ആ കുടുംബത്തിൽ ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളെ സ്വയം സുരക്ഷയെ കരുതിയാണ് അവർ ഏത് സമരത്തിനും അപ്പോൾ അവരാണ്, അവരുടെ ബന്ധുക്കളാണ്, അവരെല്ലാവരും കൂടിയാണ് അവരുടെ മൃതദേഹവുമായി ആശുപത്രിയിൽ നിന്ന് പൊതു റോഡുകളിലേക്ക് അവരിറങ്ങിയത്. അതിനോടൊപ്പമാണ് ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികളായ ഡീൻ കുര്യാക്കോസും മാത്യു കൊളുന്നാറും ഞാനും എല്ലാവരും ഇറങ്ങി തിരിച്ചത്. ആ സമരത്തെ കോടതി അങ്ങനെ ഒരു നിരീക്ഷണമൊന്നും കോടതി നടത്തിയില്ല. കോടതി ഇന്നലെ ചോദിച്ചത്, സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു ഇങ്ങനെ പോലീസിനെ ഉപദ്രവിച്ചു. അപ്പോൾ കോടതി സ്വാഭാവികമായും ഞാൻ ചുമതലപ്പെടുത്തിയ അഭിഭാഷകനോട് ചോദിച്ചു, അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും സമരം വരുമ്പോൾ തള്ളിനീക്കി, പോലീസിനെ തള്ളിനീക്കി സമരക്കാർ പോകും. അത്ര അവിടെ സംഭവിച്ചിട്ടുള്ളൂ. രണ്ടാമത് മൃതദേഹം കൊണ്ടുപോയത് ഞങ്ങളാണ്, അങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാം കൊണ്ടുപോയത് അവരുടെ ബന്ധുക്കളാണ്, നാട്ടുകാരാണ്, നമ്മൾ അവരോടൊപ്പം കൂടിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനോടൊപ്പം ഒരു ജനാധിപത്യ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മളും അതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ്. സ്വാഭാവികമായും സർക്കാർ ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ട് ഈ സമരക്കാരെ കണ്ടത്.
എത്ര മോശമായിട്ടാണ് ആ മൃതദേഹത്തെ പോലീസ് അവഹേളിച്ചത്. അല്ല, പോലീസിന് ഇതിലൊന്നും അജണ്ട ഉണ്ടായിരുന്നു. പോലീസ് അത് സർക്കാരിന്റെ അജണ്ട പോലീസ് നടപ്പിലാക്കുകയാണ്. പോലീസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ചട്ടുകമാക്കി മാറിയിരിക്കുകയാണ്. അവരൊരു കൊട്ടേഷൻ സംഘമാണ് സർക്കാരിന്റെ, പ്രത്യേകിച്ചും CPM നേതാക്കന്മാരുടെ കൊട്ടേഷൻ സംഘമായി ഇന്ന് കാക്കിയിട്ട പോലീസുകാർ മാറിയിരിക്കുന്നു. അവരങ്ങനെ മാറേണ്ട ആളുകളല്ല. അവർക്ക് ശമ്പളം ലഭിക്കുന്നത് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന്. ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകേണ്ടവരവരാണ്. അപ്പൊ അവര് ജനങ്ങളുടെ പെട്ടെന്നുണ്ടായ ആ വികാരത്തെ, ആ പ്രതിഷേധത്തെ അവർക്ക് അത് ഡൈല്യൂട്ട് ചെയ്യാമായിരുന്നു. അവർക്ക് ആ പ്രതിഷേധം ന്യായമാണ്. നിരന്തരം ഉണ്ടാകുന്ന ഈ കാട്ടാനയുടെ ശല്യം, വന്യജീവികളുടെ ശല്യം മൂലം മരണപ്പെടുന്നതും കൃഷി നശിക്കുന്നതും ഒരു തരത്തിലും അവർക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല എന്നറിയാവുന്നവർ ആ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാനോ അല്ലെങ്കിൽ അതൊരു ലിമിറ്റിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് സംസാരിക്കാം. ഞങ്ങളവിടെ ചെന്നു, MP MLA മന്ത്രിമാരെ വിളിച്ചു, കളക്ടർമാരെ വിളിച്ചു, ഉദ്യോഗസ്ഥന്മാരെ, ചീഫ് ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. അവർ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവർ വന്ന് സംസാരിച്ച് അതൊരു മധ്യസ്ഥതയിൽ തീർക്കേണ്ട ഒരു സമരത്തെ അവർ വന്ന് ആശുപത്രിയിൽ നിൽക്കുകയും സമരക്കാരോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയും സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലനമാണ് അവിടെ ഉണ്ടായത്. അതുമാത്രമല്ല, സർക്കാർ ആഗ്രഹിച്ചത് ഈ മൃതശരീരം കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് സമരക്കാരിൽ നിന്നും അവരെ അടിച്ച് ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി ആക്രമിച്ച് ഈ ബോഡി അവിടെ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി. അതൊരു മോശമായ പ്രവൃത്തിയാണ്. അതിനുശേഷം നടന്നതും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതിയും മാത്യുവിനെ അറസ്റ്റ് ചെയ്തതും എല്ലാം നാട്ടിലെ ജനങ്ങളെല്ലാവരും വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഒരു സംഭവത്തിൽ തന്നെ 5 കേസുകളാണ് നോൺ ബെയിലബിൾ. സത്യത്തിൽ 5 കേസുകളും സമാനമായ വകുപ്പുകളാണ്, ഒരേ സ്വഭാവമുള്ള കേസുകളാണ്. കോടതി പോലും അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇങ്ങനെ കേസെടുക്കാൻ സാധിക്കുക. ഹൈക്കോടതി ഒരു കേസിൽ ജാമ്യം തന്നു, ഉടനെ തന്നെ DYSP പുതിയൊരു കേസ് എടുക്കുകയാണ്, പുതിയൊരു പരാതി ഉണ്ടാക്കുകയാണ്, പുതിയൊരു പരാതിയിൽ പുതിയ കേസ് എടുക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് അപ്പൊ ആസൂത്രിതമായി സമരം ചെയ്യുന്നവരുടെ വായടപ്പിക്കാനും ഭയപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപജാപക സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരാണ് ഇന്ന് ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത്. ആ ഉപജാപക സംഘത്തിന്റെ താല്പര്യമാണ് ഇന്ന് മുഴുവൻ കേരളം മുഴുവൻ കാണുന്ന ഈ പോലീസ് കസ്റ്റഡി മരണങ്ങളും ഈ അതിക്രമങ്ങളും ജനാധിപത്യ സമരത്തെ ക്രൂരമായ രീതിയിൽ നേരിടുന്ന സംഭവങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അത് ഒരു സമരം കൊണ്ട് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് മ്ലാവടിച്ച് വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ് മരണപ്പെട്ടത്. ഓരോ ദിവസവും ആളുകൾ സ്വാഭാവികമായും ഓരോ ദിവസവും ആളുകൾ വനമേഖലയോട് അതിർത്ത് കിടക്കുന്ന ആളുകൾ മരണത്തിന്റെ വക്കിലാണ്. ഏത് നിമിഷവും അവർ മരണപ്പെടാം എന്നുള്ള രീതിയിലേക്ക്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാർ പിന്നീട് വലിയൊരു ഇടപെടൽ നടന്നു. തങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് അന്ന് വൈകുന്നേരം തന്നെ വലിയ തീരുമാനങ്ങൾ എടുത്തു സർക്കാർ. തീർച്ചയായും സർക്കാരിന് ആ തീരുമാനം എടുക്കേണ്ടി വന്നു. ആ സമരത്തിന്റെ അന്ന് രാവിലെ മന്ത്രി രാജീവ് ഇന്ദിരാമ്മയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. വൈകുന്നേരമായപ്പോൾ സമരം അതിരൂക്ഷമായപ്പോൾ 10 ലക്ഷം ആക്കി. ആ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കാമെന്നുള്ളതായി, താൽക്കാലിക ജോലി കൊടുക്കാത്തവർ താൽക്കാലിക ജോലി കൊടുക്കാമെന്നുള്ളതായി. അതിനപ്പുറത്ത് 2.5 കിലോമീറ്റർ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിക്കാമെന്നുള്ളതായി. RRTയുടെ ഒരു സ്പെഷ്യൽ ടീം അവിടെ വരാമെന്നുള്ളതായി. അപ്പൊ ഇതൊക്കെ ഒരു സമരത്തിന്റെ ഭാഗമായി സർക്കാരിന് ചെയ്യേണ്ടി വന്നതല്ല. പിന്നെ ഇതൊരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ആ ദിവസം സമരം നടന്ന ആ ദിവസം തന്നെ 2 പേര്, ഒന്ന് മലപ്പുറത്തും 2 ചാലക്കുടിയിൽ 2 പേരും മരണപ്പെടുകയും ഉണ്ടായി. സമാനമായ കാട്ടുപോത്തും മറ്റേ ആനയും ചവിട്ടി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഓരോ ദിവസവും ആളുകൾ ഈ 8 വർഷക്കാലത്തിനിടയ്ക്ക് 912 പേരാണ് മരണപ്പെട്ടത്. ആളുകളുടെ മനുഷ്യന്റെ ജീവന് ഒരു വിലയും ഇല്ലാതായിരിക്കുന്ന സാഹചര്യം. ഇത് ഇല്ലാതാക്കേണ്ട നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ചെയ്യാവുന്നതുള്ളൂ. സർക്കാർ ചെയ്യാതിരിക്കുന്നത് സർക്കാരിന് അതിന്റെ പിന്നിൽ പല അജണ്ടകളുമുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് എങ്ങനെയായാലും പോലീസ് താങ്കളെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഘട്ടം വന്നു. ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ നോക്കും അടുത്ത പോലീസ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ എന്റെ ഓർമ്മയിൽ താങ്കൾ യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പാഠപുസ്തക സമരവുമായി ബന്ധപ്പെട്ട് ഒരു 12 ദിവസം ജയിലിൽ കിടന്നതായിട്ടാണ് എന്റെ ഓർമ്മ. ശരിയല്ല? അപ്പൊ ഈ ഇതിൽ എന്തെങ്കിലും അത്തരത്തിൽ ഒരു ദിവസമെങ്കിലും ജയിലിൽ പോകും എന്ന് വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഭയന്നിരുന്നു? അല്ല, ഈ
സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കും. പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ സമരം ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ മടിയുള്ള ആളുകളൊന്നുമല്ല. നമ്മൾ ജയിലിൽ അറസ്റ്റ് വരിക്കാനും ജയിലിൽ പോകാനൊക്കെ സന്നദ്ധരായിട്ടുള്ള ആളുകളാണ്. സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകും. പക്ഷേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളിൽ അന്യായമായി കേസെടുത്ത് പീഡിപ്പിക്കുക എന്നുള്ളത് അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഞാൻ കോതമംഗലത്ത് സമരം ചെയ്തതിൻ്റെ പേരിൽ 5 കേസുകളാണ് മൊത്തം എടുത്തത്. ഈ 5 കേസ് സമാനമായ സാഹചര്യങ്ങളിലുള്ള കേസുകളാണ്. എല്ലാ വകുപ്പുകളും ഒരേ കേസിൽ സമാനമാണ്. അപ്പൊ എങ്ങനെയാണ് സർക്കാരിന് ഇതെടുക്കാൻ സാധിക്കുക? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടച്ചത് ഇതുപോലെയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും തുറങ്കലിലടക്കണം, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അകത്താക്കണം എന്നുള്ള രീതിയിലാണ് പോലീസ് കേസെടുത്ത്. ഒരു കേസിന് ജാമ്യം കിട്ടിയപ്പോൾ അടുത്ത കേസെടുത്തു, അതിനും ജാമ്യം കിട്ടിയപ്പോൾ അടുത്തത് നോൺ ബെയിലബിൾ, വേറെ വകുപ്പുകൾ ഇട്ടുകൂടി കേസെടുക്കുന്നത്. അതിന് ഹൈക്കോടതിയിലും ജാമ്യം കിട്ടി. ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടിയപ്പോൾ തുടർന്ന് തന്നെ മണിക്കൂറുകൾ എടുത്തില്ല, മിനിറ്റുകൾക്കകം തന്നെ അടുത്ത കേസ് DYSP എടുക്കുകയാണ്. അപ്പൊ അതിനും കോടതി ജാമ്യം അനുവദിക്കുക. അപ്പൊ അങ്ങനെ നിരന്തരം കേസെടുത്ത് അപമാനിതരാകുന്ന പോലീസിനെയാണ് കേരളത്തിൽ കാണാൻ സാധിച്ചത്. അപ്പൊ സംസ്ഥാന സർക്കാർ ഇതൊരു സംസ്ഥാന ദുരന്തമായി വന്യജീവി അക്രമമൊക്കെ മാറ്റുമ്പോൾ ഈ കാട്ടുപന്നിയും കാട്ടുപോത്തും അതുപോലെ തന്നെ കാട്ടാനയുടെയൊക്കെ ശല്യം മൂലം ഇതുപോലെ കാട്ടുപോത്തുകളായ പോലീസിനെ കൂടി ഈ പറയുന്നത് പോലെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടി വരും. അവര് ഒരു സഹിഷ്ണുതാ മനോഭാവം പോലീസിന് പോലും ഇല്ല എന്നുള്ളതാണ്. അല്ല, വലിയ സമര പാരമ്പര്യമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഈ സമരങ്ങളെ ഈ രീതിയിൽ പോലീസിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തതും പോലീസിനായി നിരന്തരം പോരാട്ടം നടത്തിയ വലിയ സമര പാരമ്പര്യമുള്ള ഒരു പാർട്ടി ഭരിക്കുന്നതാണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നത്. അത് ശരിക്കും നീതീകരിക്കാൻ പറ്റുന്നതല്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന നേതാക്കന്മാരാണ്. അവർ അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ സമരങ്ങളെയും മുദ്രാവാക്യങ്ങളെയും പ്രതിഷേധങ്ങളെയും അസഹിഷ്ണുതയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. അതിപ്പോൾ നവകേരള സദസ്സിനെതിരായി നടത്തിയ പ്രതിഷേധത്തിലാണെങ്കിലും അതുപോലെ കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിലാണെങ്കിലും എല്ലാം അസഹിഷ്ണുതയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. അത് അത്തരത്തിൽ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ആ സമരങ്ങളൊക്കെ കൂടുതൽ കത്തിജ്വലിച്ച് നിൽക്കുകയുള്ളൂ, കൂടുതൽ ശക്തമായി വരികയുള്ളൂ. അതങ്ങനെയൊന്നും ആ സമരങ്ങളെ അടിച്ചമർത്താൻ ഒരു ജനാധിപത്യ കേരളത്തിൽ കഴിയില്ല. അങ്ങനെ കേരളത്തിൽ മുൻകാലങ്ങളിൽ ഏതെങ്കിലും സർക്കാരുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വിലപ്പോയിട്ടില്ല എന്നുള്ളത് അന്ന് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും അല്ലെങ്കിൽ അന്ന് ഭരണപക്ഷത്തുണ്ടായവരുമായിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ ഭരണാധികാരികൾ. അവരെ ആലോചിക്കുന്നത് നല്ലതാണ്. സമരങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ടോ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്തതുകൊണ്ടോ ഒന്നും ഈ നാട്ടിൽ ഏകാധിപത്യ ഭരണം വരും എന്ന പ്രതീക്ഷ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. അത് ഇതിനേക്കാൾ നിങ്ങൾ അടിച്ചമർത്തുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചു വരാനുള്ള കെൽപ്പ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് നിന്നുണ്ട്. അത്തരത്തിലുള്ള സമരങ്ങളെല്ലാം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങളുടെ ജനകീയ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കോൺഗ്രസും UDF ഉണ്ടാകും. ഇത് പറയുമ്പോൾ കലക്ട്രേറ്റിൽ നടന്ന പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു അഴിമതിയുണ്ട്. ഏതാണ്ട് 1.25 കോടി രൂപയോളം അടിച്ചു മാറ്റിയ സംഭവം. അതിൽ വലിയ രീതിയിൽ അതിന്റെ പുറകെ പോവുകയും അത് പൊളിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്ത ആളാണ്. പക്ഷെ ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ഈ CMRL ഓഫീസും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ ഉള്ളത്. അവിടെ നടന്ന വലിയൊരു അഴിമതിയും ഒപ്പം നടന്ന ഈ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് പണം കൊടുത്തു എന്ന് പറയുന്നതും ഒപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്ക് അവരുടെ എക്സാലോജിക് എന്ന കമ്പനിക്ക് കൊടുത്ത പണവുമായി ബന്ധപ്പെട്ട് മാസപ്പടിയായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ മാത്യു കുഴൽനാടൻ്റെയൊക്കെ നേതൃത്വം വലിയ സമരങ്ങളൊക്കെ നടന്നു. പക്ഷെ ജില്ലയിലെ കോൺഗ്രസ് മൊത്തത്തിൽ അതിനെതിരെ ഒരു യോജിച്ച ഒരു സമരം എന്തുകൊണ്ടാണ് നടത്താതെ പോയത്? നമ്മൾ ആലുവയിലുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി വിഷയത്തിലാണെങ്കിലും അതിനു മുമ്പേ ഉള്ള വിഷയങ്ങളിലാണെങ്കിലും കോവിഡ് കാലഘട്ടത്തിലെ കൺസൾട്ടൻസി കരാറുകളുടെ വിഷയത്തിലാണെങ്കിലും ഞങ്ങൾ ശക്തമായ സമരങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ എറണാകുളത്ത് കൂടി പ്രത്യേകിച്ച് സമരങ്ങൾ നടത്തേണ്ടതല്ല. അതിന് ഏറ്റവും കൂടുതൽ സംസ്ഥാന തലത്തിലും പ്രാദേശികമായ തലങ്ങളിലും വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMRL കമ്പനിക്ക് അവർ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സേവനം അവർക്ക് കൊടുക്കാൻ അവരുടെ കമ്പനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ മാസപ്പടിയായി അവർക്ക് പണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസവും ലഭിക്കുന്ന പണത്തിന് ഇപ്പം SFIയുടെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അത് എത്രത്തോളം പോകുമെന്ന് നമുക്ക് ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലെല്ലാം ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഒരു FIR ഇടാത്തത്, ഒരു കേസ് എടുക്കാത്തത്? എന്തുകൊണ്ടാണ്? കേസ് എടുക്കണ്ടേ? അപ്പൊ എന്തിനും ഏതിനും FIR ഇട്ട് കേസ് എടുക്കുന്ന
പിണറായി വിജയന്റെ സർക്കാർ ഇത്തരത്തിലൊരു അഴിമതി നേർക്ക് നേരെ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അഴിമതി ഈ മാസപ്പടി കേസിൽ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? അപ്പൊ ഇത് സംരക്ഷിക്കാനുള്ള സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന്, പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് സംരക്ഷണം ഒരുക്കുക മുഖ്യമന്ത്രിയുടെ മകൾക്ക്. അപ്പൊ മുഖ്യമന്ത്രിയുടെ കുടുംബം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ അഴിമതിക്കെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടം നിയമപരമായും അതുപോലെ തന്നെ തെരുവുകളിലും രാഷ്ട്രീയപരമായും ഞങ്ങൾ അതിനെ നേരിടും. ആ സമരങ്ങൾ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത്തരത്തിലുള്ള സമരങ്ങളെ നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് യോജിക്കാൻ കഴിയുക? ഒരു തരത്തിലും യോജിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദന്റെ മകന്റെ അരുൺകുമാറിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ആ പാർട്ടിയിൽ നിന്ന് തന്നെ എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉയർന്നു കേട്ടതാണ്. എത്രയോ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മകൾക്കെതിരായി മാസപ്പടി പോലുള്ള വലിയ വിവാദപരമായിട്ടുള്ള കൺസൾട്ടൻസി കരാറുകൾ പോലുള്ള സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും പോലുള്ള വിഷയങ്ങളിൽ അവർക്കുള്ള ആധികാരികമായിട്ടുള്ള ഇടപെടൽ പോലും ആ പാർട്ടിയുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ആ പാർട്ടിയെ നയിക്കുന്ന ആളുകൾക്കോ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്ന് മാറിയിരിക്കുകയാണ്. പക്ഷെ പിണറായിയുടെ മുഖത്ത് നോക്കി അഭിപ്രായം പറയാൻ കെൽപ്പുള്ള ഒരു നേതാവും ഇന്ന് CPM-ലില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുത. അപ്പൊ അത് ഒരു കാലഘട്ടത്തിൽ മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടാകും. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും പാർട്ടിയും ഭരണവും എല്ലാം കയ്യിലമർത്തി വെച്ച് മുന്നോട്ട് പോകാമെന്ന് പിണറായി വിജയൻ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മറുപടി വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. അത് ചോദ്യം ചെയ്യുന്ന നേതാക്കന്മാർ ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മൾ എറണാകുളത്തെ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്തിന്റെ ആധുനിക കൊച്ചിയുടെ സൃഷ്ടാവ് K കരുണാകരനാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കരുണാകരന്റെ മകൾ, അതായത് കൊച്ചിയിൽ സ്ഥിരതാമസമുള്ളതാണ്, താങ്കളുമായിട്ടൊക്കെ അടുത്ത് ബന്ധമുള്ളതാണ്. അവർ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് സ്ത്രീകൾക്ക് വേണ്ട പ്രാധാന്യം നൽകുന്നില്ല, പരിഗണന നൽകുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവർ BJP-യിലേക്ക് പോയത്. ഈ കണ്ണൂരിലുള്ള ക്ഷമ ഇതേ ആരോപണം തന്നെ ഉന്നയിക്കുന്നു, സ്ത്രീകളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അപ്പൊ നമുക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, 20-ൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് സിറ്റിംഗ് MP ആയതുകൊണ്ട് തുടരുന്നതാണ്. പക്ഷേ യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് യഥാർത്ഥ പരിഗണന? ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഇവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി സ്ത്രീ ആയതുകൊണ്ടാണ്. സ്ത്രീകൾക്ക് അർഹമായ പരിഗണന കൊടുക്കുന്നുണ്ട്. അത് പാർട്ടിക്ക് അകത്താണെങ്കിലും പാർട്ടിക്ക് പുറത്താണെങ്കിലും പാർലമെന്ററി രംഗത്ത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രാജ്യസഭാ MP ആയത് ശ്രീമതി ജെബി മേത്തറാണ്, എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാളാണ്. അപ്പൊ രാജ്യസഭയിലും ലോകസഭയിലും എല്ലാം സ്ത്രീകൾക്കടക്കമുള്ള പ്രാതിനിധ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അസംബ്ലികളാണെങ്കിലും പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രീതിയിലുള്ള അംഗീകാരമാണ് നമ്മൾ കൊടുക്കാതിരുന്നത്? ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്, 2 വട്ടം അസംബ്ലി സ്ഥാനാർത്ഥിയെ മത്സരിച്ചു, 2 വട്ടം പാർലമെന്റ്. അതിനപ്പുറത്ത് പാർട്ടിയുടെ ഉന്നതമായ അധികാര സമിതികളിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അവർ അംഗമാണ്, KPC ഭാരവാഹിയാണ്. അപ്പൊ അവർക്ക് ലഭിക്കാത്തതായി ഒന്നുമില്ല. K കരുണാകരന്റെ മകൾ എന്നുള്ള രീതിയിൽ അവരെ പാർട്ടി ഏത് രീതിയിലാണോ അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തത്, അത് ഞങ്ങളുടെ എല്ലാ അഭിപ്രായത്തിൽ കുറെ കൂടി നന്നായി പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയിലെ മറ്റു വനിതാ നേതാക്കന്മാർക്ക് കൊടുക്കേണ്ട സ്ഥാനം പോലും അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അത് കൊടുത്തിട്ടില്ല. അപ്പൊ അവർക്ക് അനർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കാതിരുന്ന സ്ഥാനമാനങ്ങൾ ജനങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു പാർലമെന്ററി രംഗത്ത്. അതിന് പാർട്ടിയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കുക? അവനവന്റെ കഴിവും അവനവന്റെ പ്രവൃത്തിയുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത്. അതിന് ജനത്തിനെ നമ്മൾക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. പാർട്ടിയെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കുക? അപ്പൊ അവർ ജയിക്കേണ്ടതാണ്. എത്ര ആളുകൾ മത്സരിക്കുന്നു തോൽക്കുന്നു, എത്ര ആളുകൾ മത്സരിക്കുന്നു ജയിക്കുന്നു, അതെല്ലാം കുറ്റം തോക്കുമ്പോൾ പാർട്ടിയുടെയും, ജയിച്ചു കഴിഞ്ഞാൽ അതെന്റെ വ്യക്തിപരമായ കഴിവ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ശരിയല്ല. സ്വാഭാവികമായും പാർട്ടിക്ക് അച്ചടക്കത്തോടു കൂടി വിധേയമായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും. K കരുണാകരനും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം പാർട്ടി വിട്ടു പോയിട്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടും പിന്നെ ഏറ്റവും അവസാനം ആ ത്രിവർണ്ണ പതാക പുതച്ച് മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം നടന്നു നീങ്ങിയത്. K കരുണാകരന്റെ മകൾക്ക് മാത്രം അങ്ങനെ പ്രത്യേക പരിഗണനയോ പദവിയോ അങ്ങനെ അത് കിട്ടാത്തത് കൊണ്ടോ ആണ് ഞാൻ പാർട്ടി വിട്ടു പോയത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കും. അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ്, നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കും. അതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകളെല്ലാം അങ്ങനെ തന്നെയാണ്. വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അതെല്ലാം സൃഷ്ടിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, കഴമ്പില്ലാത്തതാണ്. അവർ എത്ര സ്ത്രീകൾക്ക് വേണ്ടി അവർ ശബ്ദിച്ചിട്ടുണ്ട്, എത്ര സ്ത്രീകൾക്ക് വേണ്ടി അവർ പാർട്ടിയുടെ ഇത്തരം കാലഘട്ടങ്ങളിൽ അവർ നിൽക്കുമ്പോൾ എത്ര സ്ത്രീകൾക്ക് വേണ്ടി അവർ ശബ്ദിച്ചിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, തങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുകയും
തങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മൊത്തം സ്ത്രീകളുടെ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് അഭിപ്രായം പറയുകയും ചെയ്യുന്നത് അത് രണ്ടും രണ്ടാണ്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. ഇത് പറയുമ്പോൾ താങ്കള് ഈ DCC ഭാരവാഹിത്വം ഏറ്റെടുത്ത സമയത്ത് ഉടനെയാണ് തൃക്കാക്കര ബൈ ഇലക്ഷൻ വരുന്നത്. തൃക്കാക്കര ബൈ ഇലക്ഷനിൽ നമുക്കറിയാം ഏറ്റവും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പിന്നെ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. CPM-ന്റെ എല്ലാ MLA-മാരും മന്ത്രിമാരും ഒക്കെ ഇവിടെ തമ്പടിച്ചു. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വെച്ച് സാമുദായിക സംഘടനകളെ കൂട്ടുപിടിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും LDF 99-ൽ 100 പറഞ്ഞുകൊണ്ട് വലിയ, പക്ഷെ താങ്കളുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ഡിഫൻഡിങ് അത് വലിയ വിജയം കാണുകയും വലിയ ഇതൊക്കെയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു വലിയ തോതിലുള്ള ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു അലയൊലികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ ഇലക്ഷനെ എങ്ങനെ മുതൽക്കൂട്ടാവുന്നില്ല ചോദിച്ചു? ഇല്ല, രണ്ടാം പിണറായി സർക്കാരിന്റെ 1-ാം വർഷത്തിന് ശേഷമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് PT-യുടെ നിര്യാണം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഉപതെരഞ്ഞെടുപ്പ് മാസ് തോമസ് സ്ഥാനാർത്ഥിയായി വരുന്നത്. നമ്മളുടെ അതൊരു ഏറ്റവും വലിയ ജീവൻ മരണ പോരാട്ടമായിരുന്നു. അപ്പോൾ PT മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്വാഭാവികമായും 6 മാസക്കാലത്തിനിടയ്ക്ക് തെരഞ്ഞെടുപ്പുണ്ടാകും. ആ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തി. അത് തൃക്കാക്കര പോലുള്ള, പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ ഏറ്റവും കോൺഗ്രസിനും UDF-നും അത്രശക്തമായ ഒരു മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. അത് PT വിജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുക എന്നുള്ളത് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പുകൾ നടത്തി. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും മുഴുവൻ MP-മാരും MLA-മാരും പാർട്ടി നേതാക്കന്മാരും LDF-ന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ തമ്പടിച്ച് 1 മാസക്കാലം തമ്പടിച്ച് കിടന്നിട്ടും ജയിക്കാൻ കഴിയാതെ പോയത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതൃപ്തിയും CPM-നോടുള്ള ജനങ്ങളുടെ അതൃപ്തിയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു കാരണവശാലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇവരെ അടുത്തറിയുമ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പാർട്ടിയാണ്. ഇവരെ അടുത്തറിയാതിരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. ഇവർ ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുമ്പോൾ ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന പാർട്ടിയും. ഇടപെടുന്നതിന് വിഷം തോന്നരുത്. അതായത് ദീർഘകാലം കോൺഗ്രസ് നേതാവും MP-യും MLA-യും മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന KV തോമസ് ഞാനുമായിട്ടുള്ള അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞത്, എനിക്ക് ലീഡർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിശ്വാസം തോന്നിയിട്ടുള്ള നേതാവ് പിണറായി വിജയനാണെന്നും അതുകൊണ്ട് പിണറായി വിജയനോടുള്ള വലിയ ആഭിമുഖ്യം കാരണമാണ് തൃക്കാക്കര ഇലക്ഷനിൽ ഞാൻ അവരുടെ വേദികളിൽ പോയി പ്രസംഗിച്ചതെന്നുള്ളതാണ്. അല്ല, തോമസ് മാഷിനെ പോലുള്ള ആളുകൾ 40-40 വർഷക്കാലത്തിലധികം കോൺഗ്രസ് പാർട്ടിയിൽ പാർലമെന്ററി രംഗത്ത് കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും MP-യായും MLA ഒക്കെ ആയി നിന്ന ആളാണ്. പാർട്ടി വിവിധ സ്ഥാനമാനങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇനി വേറെ എന്ത് പോസ്റ്റാ കൊടുക്കുക? അപ്പൊ ഇത് ദുരാഗ്രഹമാണ്. ആഗ്രഹം ഒന്നുമല്ല, ഇത് മനുഷ്യന്റെ ദുരാഗ്രഹമാണ്. അതിനെ ആരെയും സമീപിക്കുക. ഒരു മനുഷ്യന്റെ പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ക്രെഡിബിലിറ്റിയാണ്. ആ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുത്തു പോയാൽ ജനങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങൾ ചോദ്യം ചെയ്യും. അതിപ്പോ എത്ര ശക്തമായ CPM മുന്നണിക്കകത്തോ CPM-നകത്തോ CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവായോ ഇനി തോമസ് മാഷ് വന്നാലും ആ ക്രെഡിബിലിറ്റി ജനങ്ങൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവർക്കൊന്നും ഈ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ ഇനി വലിയ ആയുസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാകില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ സർക്കാർ നോമിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുമായി നേരിട്ട് ഇടപഴകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവിടെയൊക്കെ ജനം തിരസ്കരിക്കും. തോമസ് മാഷ് ഒരുപക്ഷെ ആ വേദിയിൽ വന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തു. പിണറായി വിജയന്റെ ആ വേദിയിൽ വന്ന് തോമസ് മാഷ് കേരളയിൽ വരണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞങ്ങൾക്കത് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അത്രയും ദിവസക്കാലം കോൺഗ്രസിന്റെ ഒപ്പം ചോറും നിന്ന് വളർന്ന ആളുകൾ ആ ഒറ്റ കാര്യം കൊണ്ട് തങ്ങൾക്ക് വീണ്ടും അധികാരം, വീണ്ടും മത്സരിക്കാനുള്ള കൊതി മൂലം, ആർത്തി മൂലം അത് ലഭിക്കാത്തത് കൊണ്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ജനാധിപത്യ കേരളത്തിൽ അവർക്കൊന്നും ഒരു ഇടമുണ്ടാകില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ കാണിക്കുന്ന രാഷ്ട്രീയത്തിന് അത് എത്രത്തോളം അതിന്റെ രൂപഭാവ വ്യത്യാസങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ജനാധിപത്യ കേരളത്തിൽ അത് ആര് പോയാലും, പത്മജ വേണുഗോപാൽ പോയാലും തോമസ് മാഷ് പോയാലും അതൊന്നും ഒരിക്കലും ഗുണം ചെയ്യില്ല. പത്മജ വേണുഗോപാലിനെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്ന ഇപ്പം പുറത്തു വരുന്ന വാർത്തയാണ്. അത് നമ്മൾ ആരെ ചാക്കിട്ട് പിടിച്ച് ആരെ കൊണ്ടുവന്നാലും ജനം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, ജനം ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ജനത്തിനറിയാം ഇവരെയൊക്കെ. അപ്പൊ ഇവരൊന്നും അങ്ങനെ അമാനുഷികരായിട്ടുള്ള ആളുകളൊന്നുമല്ല, അത്ര അമാനുഷികരായിട്ടുള്ള ആളുകളൊന്നുമല്ല. ഇവർ കേരളത്തിലെ ജനങ്ങളോടൊപ്പം നടന്നു നീങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായിരുന്നു പത്മജ.
കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി MP-യും MLA-യും ഒക്കെ ആയി മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് കെ വി തോമസ്. അവരില്ലെങ്കിൽ പിന്നെ ഇവരാരെങ്കിലും ഉണ്ടോ? കെ വി തോമസ്, പത്മജ എന്ന് പറയുന്ന വ്യക്തിപരമായി അവരാരാണ്? അവരൊന്നുമല്ല. കോൺഗ്രസിനോടും ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് അവർ കരുത്തരാകുക. അവർ ഒറ്റയ്ക്ക് നിന്നാൽ അശക്തരാണ് അവർ. പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബക്കറ്റിലെ വെള്ളത്തിന്റെ കഥ അറിയാം. കടലിൽ നിന്നും ഒരു ബക്കറ്റിലെ വെള്ളം കോരിപ്പോയ കഥ പിണറായി വിജയൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, VS അച്യുതാനന്ദനെതിരായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് കൊടുത്ത, അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ ജനങ്ങൾ കൊടുത്ത അംഗീകാരവും വിലയും അത് കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ ഒരാൾക്കും ലഭിക്കില്ല. ഒരാളും വേറെ ഏത് പാർട്ടിയിൽ പോയാലും അത് ലഭിക്കില്ല. കാര്യകാരണങ്ങളില്ലാതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് ഇത്രയും കാലഘട്ടം കോൺഗ്രസിനൊപ്പം നിന്ന് എല്ലാം നേടിയ ആളുകൾ കോൺഗ്രസിനെ വിട്ടെറിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം അവർ ചെല്ലുന്ന പാർട്ടിയിലുണ്ടാകും. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ സവിശേഷത. അത് തിരിച്ചറിയാനുള്ള കെൽപ്പ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം. ജനങ്ങളിലാണ്. ഞങ്ങൾക്ക് അത്ര വലിയ നേതാക്കന്മാരുടെ മക്കൾ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ആളുകൾ, ജനങ്ങളൊരു വിഷയങ്ങൾ വരുമ്പോൾ നിൽക്കാൻ കഴിയാവുന്ന ആളുകൾ. അങ്ങനെയല്ലേ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കപ്പെടുക. അപ്പൊ നാളുകളിൽ ആര് ഏത് രംഗത്തേക്ക് വന്നാലും അവർക്കൊരു വിശ്വാസ്യത ജനങ്ങളുടെ മനസ്സിലുണ്ടാകണം. അവരോടൊപ്പം നിൽക്കുമെന്ന്. അവർക്കാണ് ഒരു ജനാധിപത്യ ക്രമത്തിൽ അവർക്കാണ് അംഗീകാരം കിട്ടുക. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പറയുന്ന ആരെയും ഏത് കുറ്റിച്ചൂലിനെയും കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിക്കും എന്നൊക്കെ പറയുന്ന കാലഘട്ടം എല്ലാം കഴിഞ്ഞു. ജനങ്ങൾക്ക് വിശ്വാസ്യത കൂടി വേണം. ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന ആളുകൾ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാലഘട്ടത്തിൽ. ജനങ്ങൾക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് നിരവധിയുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ഭയന്ന് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാവുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റുക. അത് ജനങ്ങൾക്ക് കൂടി അത് വിശ്വാസ്യത ഉണ്ടാകണം. നമ്മൾ പറയുന്ന കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും. അതാണ് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 2020 എന്ന പ്രസ്ഥാനം കിഴക്കമ്പലത്തെ ഉദയം ചെയ്യുകയും അത് പിന്നീട് 4 പഞ്ചായത്തുകളിലേക്ക് വരുന്നു. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ മത്സരിക്കുന്നു. കുന്നത്തുനാടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോക്കാനുള്ള ഏറ്റവും വലിയ കാരണം 2020യുടെ പ്രവർത്തനമായിരുന്നു. അവർ വോട്ട് പിടിച്ചതാണ്. വൈപ്പിലിന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും വോട്ട് വിഭജിച്ചു പോയത് കാരണം വൈപ്പിലിന് തോൽക്കേണ്ടി വന്നു. അതുപോലെ തന്നെ കൊച്ചിയിലും അതേപോലെ തന്നെ തോൽക്കേണ്ടി, ഈ 3 സീറ്റുകൾ നഷ്ടപ്പെടുന്നു. ലീഗിലുണ്ടായ അസ്വാരസ്യങ്ങൾ കാരണം കളമശ്ശേരി നഷ്ടപ്പെടും. ഇങ്ങനെ 4 സീറ്റ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെടാൻ സാഹചര്യം ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഏതെങ്കിലും ചെയ്തു. ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ എറണാകുളത്ത് സ്ഥാനാർത്ഥി അവർ നിർത്തിയിട്ട് 2020, അതുപോലെ തന്നെ ചാലക്കുടിയിൽ അവർ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. എങ്ങനെയാണ്, വളരെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ? ഒന്ന്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയപരമായി സ്വാധീനിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയ പാർട്ടിയല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനയല്ല ഈ പറയുന്ന 2020 എന്ന് പറയുന്ന സംഘടന. അവരുടേതായ വ്യക്തിപരമായ അവരുടെ കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് അവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങി. അവർ പറയുന്നത് പോലെ നിൽക്കുന്ന, അവർക്ക് അടിമപ്പെട്ട് നിൽക്കുന്നവർക്ക് ഭക്ഷ്യസുരക്ഷാ കാർഡ് കൊടുത്ത് അവിടെ നിന്ന് സാധനം വാങ്ങുന്ന ആളുകളുടെ വോട്ട് വാങ്ങി ജയിക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അതിനപ്പുറത്ത് പൊതുവിഷയങ്ങളിലോ പൊതു കാര്യങ്ങളിലോ നിലപാടുകൾ പറയാതെ, പൊതുവിഷയങ്ങളിൽ ഇടപെടാതെ, ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതെ, യാതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക? ഒരു പ്രതിഭാസമായി വരുന്നവരാണ്. അത് ആ പ്രതിഭാസം ഈയാമ്പാറ്റ പോലെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് 2020. സ്വാഭാവികമായും BJP-യും CPM-നെയും സഹായിക്കുക എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായി നേരിട്ട് മുട്ടിയാൽ അവർക്ക് ജയിക്കാൻ സാധിക്കില്ല. അപ്പൊ കോൺഗ്രസിന് പോകേണ്ട വോട്ടുകൾ ഇത്തരത്തിൽ ഭിന്നിപ്പിച്ച് കളയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അവർക്ക് ജയിച്ചു വരാമെന്നുള്ള വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. അവർ തന്നെ, സാബു ജേക്കബ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ CPM-മായി സംസാരിച്ചിരുന്നു, ഞങ്ങൾ BJP-യുമായി സംസാരിച്ചിരുന്നു, കോൺഗ്രസുമായി സംസാരിച്ചിരുന്നു എന്നൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ CPM-മായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരത്തിലുള്ള സീറ്റുകളിലെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർ പിടിക്കുന്ന വോട്ടുകൾക്ക് നമ്മൾ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതൊരു പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഗൗരവമായി കാണാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായത്.
അത് ഞങ്ങൾ വളരെ ഗൗരവത്തോട് കാണുന്നുണ്ട്. ഞങ്ങളുടെ ക്യാമ്പയിൻ അത്തരത്തിലാണ് നടക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അതൊന്നും യാതൊരു തരത്തിലും ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയില്ല. അവരുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധം അവരുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ്. അവിടെ കിഴക്കമ്പലത്തല്ലാതെ വേറൊരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റോ കൊച്ചിയിലോ തൃപ്പൂണിത്തുറയിലോ വൈപ്പിനിലോ ഒന്നും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഒന്നും തുടങ്ങിയിട്ടില്ല. അവിടെ നിന്നുള്ള ആളുകൾ വന്ന് പ്രചരണം നടത്തുന്ന ഒരു പതിവ് ശൈലിയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല. അതുമാത്രമല്ല, വിടുവായത്ത് സംസാരിക്കുന്ന ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടുള്ള പാർട്ടിയും നേതാക്കന്മാരുമായി ഇവർ മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തായി എന്തോ അനുഭവമുണ്ട്, ആറ്റം ബോംബുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ പറയണ്ടേ? ഒരു അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് അവർ. പൊട്ടിക്കും പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്നത് സ്വയം പൊട്ടി മരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ. കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കണ്ടേ? അങ്ങനെയല്ലേ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. അല്ലാതെ കയ്യിൽ വെച്ചുകൊണ്ട് വിലവേശയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ ജനം തിരിച്ചറിയും. ഇതൊക്കെ വെറുതെ കിളിപോയവരാണ്. നമ്മൾ സാധാരണ ഗ്രാമഭാഷയിൽ നമ്മൾ പറയും കിളിപോയവരാണെന്നുള്ളത് നമ്മൾ പറയും. അത്തരത്തിലുള്ള ആളുകൾ ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ഇവർ മാറുകയാണ്. അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ പ്രവർത്തകർ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-നോടൊപ്പമായിരുന്നു ഇവര്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മനസാക്ഷി വോട്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തിന് മുമ്പാണ് ഒരു 2020 ഒരു പാവപ്പെട്ട ദളിത് പ്രവർത്തകനെ കൊന്നത്, CPM അടിച്ചു കൊന്നത്. അതിനുശേഷമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് 30 ലക്ഷം രൂപയാണ് സാബു ജേക്കബ് കൊടുത്തത്. ശ്രീരഞ്ജനായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമാണ് അവിടെ വലിയ വിഷയമായത്. അവിടുത്തെ CPM MLA-യുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷവും അവരോട്, ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഇതിനെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ പ്രതിരോധിച്ചിട്ടല്ലേ കോൺഗ്രസ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അവരെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവും ശേഷിയും ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിനും UDF-നൊക്കെ ഉണ്ട്. അതിനെയെല്ലാം ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും. അങ്ങനെ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അതായത് BJP ഇതുവരെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല എറണാകുളത്ത്. അവർ പറയുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സ്ഥാനാർത്ഥി വരുന്നു. കോൺഗ്രസ് ആരെങ്കിലും പോകും? കോൺഗ്രസിൽ നിന്ന് ആരും പോയി സ്ഥാനാർത്ഥിയാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എറണാകുളത്ത് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പാർട്ടിയല്ല. കേരളത്തിലും അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റാവുന്ന പാർട്ടിയല്ല. അവര് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് മോഡിയും അമിത്ഷായും മറ്റു പല പാർട്ടികളിൽ നിന്നും പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയ ആളുകളെ അടർത്തിക്കൊണ്ടു പോകുന്നത് പോലെ ആരെങ്കിലേക്ക് അടർത്തിക്കൊണ്ടു പോകാനുള്ള വലിയ ശ്രമം നടത്തി ഞങ്ങളെന്തോ വലിയ ചാമ്പ്യന്മാർ. അതല്ലല്ലോ ഒരു പാർട്ടിയുടെ വിശ്വാസ്യത, അതല്ലല്ലോ ഒരു പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ പാർട്ടിയിൽ കാലങ്ങളായി നിന്ന് ആ പാർട്ടിയുടെ ആശയ അടിസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകളല്ല ആ പാർട്ടിയുടെ കരുത്തെന്ന് പറയുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ആ മോഹഭംഗം വന്ന് മത്സരിക്കാൻ പാർലമെന്റിലും അസംബ്ലിയിലും സീറ്റ് കിട്ടി ജയിക്കാൻ കഴിയാത്തവരും അല്ലെങ്കിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തവരും പാർട്ടിയുടെ ആഗ്രഹിച്ച പദവികളിൽ വരാൻ കഴിയാത്തവരും മോഹഭംഗം വന്ന് പാർട്ടി വിട്ടുപോകുന്ന ആളുകളെ കൊണ്ടുവന്ന് സ്വയം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വെറുതെ വൃഥാവിൽ പണിയെടുക്കുന്ന പാർട്ടിയായി കേരളത്തെ BJP മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ വിവിധ പാർട്ടികളിൽ നിന്ന് വരുന്നവരെ ചോക്കേണ്ട ഗതികേടാണ് യഥാർത്ഥ BJP-ക്കാർക്കുള്ളത്. അവർ സ്വയം തിരിച്ചറിവുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. അപ്പൊ അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ അവർക്ക് പിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതുപോലും ഉണ്ടാകില്ല. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പണം കൊള്ളയടിക്കാൻ, അത് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയടിക്കാൻ, അതുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, ബാക്കിയൊക്കെ പിന്നീടാവട്ടെ എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ BJP-യിൽ നിന്ന് മാറിയിരിക്കാൻ. അപ്പൊ അതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത പാർട്ടിയാണ്. കേരളത്തിലെ BJP എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വിശ്വാസ്യത ഇല്ലാത്ത പാർട്ടിയാണ്. അത് അങ്ങനെയൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ വിദ്വേഷ പ്രചരണം നടത്തിയും വർഗീയത പറഞ്ഞും വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അതിന് കേരളത്തിലെ മതേതര വിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹം അവരോടൊപ്പം ഉണ്ടാവില്ല. ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചോദിച്ചത് നന്ദി. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.